ഓം ശാന്തി. 23/4/2025. बाबा कहते मीठे बच्चे, अब नाटक पूरा होता है, वापस घर जाना है. कलयुग अंत के बाद फिर सतयुग रिपीट होगा. यह राज सभी को समझाओ. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഇപ്പം നാടകം പൂർത്തിയാകുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് ബാബ പറയാണ്. കലിയുഗത്തിൻ്റെ അന്തിമത്തിന് ശേഷം വീണ്ടും സത്യയുഗം ആവർത്തിക്കും. ഈ രഹസ്യം നമ്മൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കൂ എന്ന് ബാബ പറയാണ്. ഇനി ബാബ ചോദ്യം ചോദിക്കുന്നു. പ്രശ്ന आत्मा पार्ट बजाते बजाते थक गई है. थकावट का मुख्य कारण क्या है? അതായത് ബാബ ചോദിക്കുകയാണ്, ആത്മാവ് പാർട്ട് അഭിനയിച്ച് ക്ഷീണിച്ചു പോയിരിക്കുന്നു. ക്ഷീണത്തിൻ്റെ മുഖ്യമായ കാരണം എന്താണ് എന്ന് ബാബ ചോദിക്കാം. ബാബ പറയാ ഉത്തരം, बहुत भक्ति की, अनेक मंदिर बनाए, पैसा खर्चा किया, थके खाते खाते सदो प्रधान आत्मा तमो प्रधान बन गई. तमो प्रधान होने के कारण ही दुखी हुई. അതായത് ബാബ പറയുന്നത്, ഒരുപാട് ഭക്തി ചെയ്തു, അനേക ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, പൈസയൊക്കെ ഒരുപാട് ചെലവ് ചെയ്തു, ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് സതോ പ്രധാന ആത്മാവ് തമോ പ്രധാനമായിട്ട് മാറി. തമോ പ്രധാൻ ഹോനിക്ക് കാരൺ ഹി ദുഃഖി ഹോയി അല്ലേ? അതാ ബാബ പറഞ്ഞേ, തമോ പ്രധാനമായത് കാരണം തന്നെയാണ് ദുഃഖിയായിട്ട് മാറിയത്. ജബ് കിസി ബാത്ത് സേ കോയി തങ്ക് ഹോത്താ ഹെ തബ് തക്കാവട്ട് ഹോത്തെ. അപ്പോൾ ബാബ പറയണ, എപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ ദുഃഖം കാരണം ക്ഷീണം വരുന്നു എന്ന് ബാബ പറയാം. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം വരുമല്ലോ. അതാ ബാബ പറയണേ, അബി ബാബ ആയേ ഹേ സബ് തക്കാവട്ട് മിഠാനെ. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നത് എല്ലാ ക്ഷീണവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഓം ശാന്തി. रूहानी बाप बैठ बच्चों को समझाते हैं. उनका नाम क्या है? शिव. ആത്മീയ അച്ഛൻ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആത്മീയ അച്ഛൻ്റെ പേരെന്താണ്? ശിവൻ. യഹാം ജോ ബൈഠേ ഹേ തോ ബച്ചോം കോ അച്ഛി രീതി യാദ് രഹന ചാഹിയെ. അതായത് ബാബ പറയാണ്, ഇവിടെ ആരാണോ ഇരിക്കുന്നത് ബാബയുടെ അടുത്ത്, അവർക്ക് ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. इस ड्रामा में जो सबका पार्ट है अब वह पूरा होता है. ഇപ്പം ഡ്രാമയിൽ ആർക്കൊക്കെ പാർട്ടുണ്ടോ അതെല്ലാം ഇപ്പം പൂർത്തിയാവുകയാണ്. നാടക ജബ് പൂരാ ഹോനെ പർ ഹോത്താ ഹെ तो सभी एक्टर्स समझते हैं हमारा पार्ट अब पूरा होता है. ഇപ്പം നമുക്കറിയാം, ഒരു നാടകം എപ്പോഴാണോ പൂർത്തിയാകുന്നത്, അപ്പോൾ അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കൊക്കെ എന്ത് മനസ്സിലാവും? നമ്മുടെ നാടകം എന്താ പൂർത്തിയായി അല്ലേ, എൻ്റെ പാർട്ടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, ആ ബോധം ഉണ്ടാവും. അബ് ജാനാ ഹേ ഘർ, എനിക്കിതാ വീട്ടിലേക്ക് പോകാൻ സമയമായി. അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാണ്, തും ബച്ചോം കോ ഭി ബാപ്നെ അഭി സമഞ്ച് ദി ഹെ, യഹ് സമഞ്ച് ഓർ കോയി മേ നഹി ഹെ. ബാബ പറയാണ്, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ബാബ അറിവ് തന്നിട്ടുണ്ട്. എന്നിട്ട് ബാബ പറയാം, ഈ അറിവ് വേറെ ആരിലും ഇല്ല, നമുക്ക് മാത്രമേ ഈ അറിവുള്ളൂ എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാണ്, അഭി തുമേ ബാപ്നെ സംജുദാർ ബനായ ഹെ. അപ്പോൾ ബാബ നമ്മളെ വളരെ അറിവുള്ളവരാക്കി മാറ്റാം. ബച്ചേ അബ് നാടക് പൂരാ ഹോത്താ ഹെ, അപ്പോൾ ഫിർ നയേ സർ ചക്ര ശുരു ഹോന ഹെ. ബാബ പറയാണ്, കുട്ടികളെ, ഇപ്പം നാടകം പൂർത്തിയാവുകയാണ്, ഇപ്പോൾ പുതിയ ചക്രം ആരംഭിക്കണം. നയി ദുനിയാമേ സത്യയുഗ ഥ, പുതിയ ലോകത്തിൽ സത്യയുഗമുണ്ടായിരുന്നു.
അബി പുരാനി ദുനിയാമേ യഹ് കലിയുഗ കാ അന്ത് ഹെ. ബാബ പറയാണ് ഇപ്പം പഴയ ലോകത്തിൽ ഈ കലിയുഗത്തിൻ്റെ അവസാനമാണ്. യഹ് ബാത്തെ തും ഹി ജാനത്തെ ഹോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജിൻകോ ബാപ്പ് മിലാ ഹെ. ആർക്കാണോ അച്ഛനെ കിട്ടുന്നത് അവരാണിതൊക്കെ മനസ്സിലാക്കുന്നത്. നയെ ജോ ആത്തെ ഹെ तो उनको भी यह समझ जाना है अब नाटक पूरा होता है. कलियुग अंत के बाद फिर सत्ययुग റിപ്പീറ്റ് ഹോന ഹെ. അതായത് ബാബ പറയാണ് ഇപ്പം ആരെങ്കിലൊക്കെ പുതിയ ജ്ഞാനം കേൾക്കാൻ വരുമ്പോൾ അവർക്ക് നിങ്ങളിത് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ്? നാടകം പൂർത്തിയാവാൻ പോവുകയാണ്. കലിയുഗത്തിൻ്റെ അന്തിമത്തിന് ശേഷം പിന്നീട് സത്യയുഗം റിപ്പീറ്റ് ആകും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇത്നെ സബ് ജോ ഹെ ഉൻകോ വാപ്പസ് ജാനാ ഹെ അപ്നെ ഘർ. അതായത് ബാബ പറയണം ഇപ്പം എന്തെല്ലാം ഉണ്ടോ എല്ലാവർക്കും തിരിച്ചു പോകണം തൻ്റെ വീട്ടിലേക്ക്. അബ് നാടക പൂരാ ഹോത്താ ഹെ ഇസ്സെ മനുഷ്യ സമഞ്ച് ലേത്തെ ഹെ കി പ്രളയ ഹോത്തെ ഹെ. ഇനി ബാബ പറയാണ് ഇപ്പം നാടകം പൂർത്തിയാവുകയാണ്. ഇതിലൂടെ മനുഷ്യർ മനസ്സിലാക്കുന്നു പ്രളയമുണ്ടാകുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നു. അബി തും ജാൻതേ ഹോ പുരാനി ദുനിയാ കാ വിനാശ് കൈസേ ഹോത്താ ഹെ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പഴയ ലോകത്തിൻ്റെ വിനാശം എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഭാരത് തോ അവിനാശി ഗണ്ഡ് ഹെ ബാപ്പ് ബി യഹാം ഹി ആത്തെ ഹെ. ബാബ പറയാണ് ഭാരതം അവിനാശി ഗണ്ഡമാണ്. ബാബയും ഇവിടെ തന്നെയാണ് വരുന്നത്, അതായത് ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ബാക്കി ഓർ സബ് ഗണ്ഡ് ഖലാസ് ഹോ ജായേംഗെ. ബാക്കി ബാബ പറയാ ബാക്കി എല്ലാ ഗണ്ഡങ്ങളും ഇല്ലാതാകും. യഹ് ഖ്യാലാത്ത് ഓർ കൊയ്ക്ക് ബുദ്ധിമേ ആനേ സക്ത. അതായത് ബാബ പറയാണ് ഈ ചിന്തകൾ വേറെ ആരുടെയും ബുദ്ധിയിൽ വരില്ല. ബാപ്പ തും ബച്ചോം കോ സമഞ്ചാത്തെ ഹെ അബ് നാടക് പൂരാ ഹോത്താ ഹെ ഫിർ റിപ്പീറ്റ് കർണ ഹെ. അപ്പോൾ ബാബ പറയാണ് മക്കളെ ഇപ്പം നാടകം പൂർത്തിയാവുകയാണ്, ഇതെന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ സംഭവിച്ചതെല്ലാം എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ആകെ നാടക നാംബി തുമാരി ബുദ്ധിമേ നഹിത. ആദ്യം നാടകത്തിൻ്റെ പേര് പോലും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരുന്നില്ല. കഹനെ മാത്ര കഹത്തെ ഥേ യഹ് സൃഷ്ടി നാടക ഹെ ജിസ്മേ ഹം ആക്ടേഴ്സ് ഹെ. ഇങ്ങനെ പറയാൻ വേണ്ടി പറയും എന്ത് ഇത് ലോകം ഒരു നാടകമാണെന്നൊക്കെ വെറുതെ പറയും, അറിഞ്ഞിട്ടല്ല പറയുന്നത്. ഇതിൽ നമ്മൾ അഭിനേതാക്കളാണ് എന്നൊക്കെ ചിലർ വെറുതെ പറയാറുണ്ട് എന്ന് പറയാണ്. ആകെ ജബ് ഹം ഖത്തെ ഥേ തോ ശരീരക്ക് സമസ്തേ ഥേ. ആദ്യമൊക്കെ നമ്മൾ പറയുമായിരുന്നല്ലോ നാടകമെന്നൊക്കെ, അറിഞ്ഞിട്ടല്ല വെറുതെ പറയും. പക്ഷെ ബാബ പറയാത് ശരീരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലാതെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അബ് ബാപ്പ് കഹത്തെ ഹെ അപ്പനേക്കോ ആത്മാ സമഞ്ചോ ഓർ ബാപ്പ് കോ യാദ് കർ. ഇപ്പം ബാബ പറയാണ് നിങ്ങൾ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ബാബയെ ഓർമ്മിക്കൂ. അതാണിപ്പോൾ ബാബ പറയണേ അബ് ഹംകോ വാപ്പസ് കർ ജാനാ ഹെ. ഇപ്പം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. വഹ സ്വീറ്റ് ഹോം. വീടെന്ന് വെച്ചാൽ മധുരമായ വീടാണ്. ഉസ് നിരാകാരി ദുനിയാമേ ഹം ആത്മായ രഹത്തെ ഹെ. ആ നിരാകാരി ലോകത്തിൽ നമ്മൾ ആത്മാക്കളാണ് ഇരിക്കുന്നത്. യഹ് ജ്ഞാൻ കൊയ് ബി മനുഷ്യ മാത്രമേ നഹി ഹെ. ഈ ജ്ഞാനം ഏതൊരു മനുഷ്യരിലും ഇല്ല എന്ന് ബാബ പറയാം. ഇത് നമ്മളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അബീത്തും സംഗമപരഹോ. അപ്പം നമ്മളെല്ലാവരും സംഗമയുഗത്തിലാണ്. ജാൻതേ ഹോ അബി ഹംകോ വാപ്പസ് ജാനാ ഹെ. ബാബ ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾക്കറിയാമോ നമുക്കിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം, അത് നിങ്ങൾക്കറിയാമോ? പുരാനി ദുനിയ ഖത്തം ഹോ തോ ഭക്തി ബി ഖത്തം ഹോ. ബാബ പറയാണ് പഴയ ലോകം ഇല്ലാതാകും, അപ്പോൾ ഭക്തിയും ഇല്ലാതാകണമെന്ന് ബാബ പറയാം. पहले पहले कौन आते हैं, कैसे यह धर्म नंबर वर आते हैं, यह बातें कोई शास्त्रों में नहीं है. അപ്പോൾ ബാബ പറയണം ആദ്യം ആരാണ് വരുന്നത്, എങ്ങനെയാണ് ഈ ധർമ്മം നമ്പർ വൈസ് ആയിട്ട് വരുന്നത്, ഈ കാര്യങ്ങളൊന്നും ഏതൊരു ശാസ്ത്രത്തിലും ഇല്ല എന്ന് ബാബ പറയാം. യഹ് ബാപ്പ് നെയ് ബാത്തേ സംജാത്തെ ഹെ. ബാബ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരികയാണ്. യഹ് ഓർ കോയി സംജാ നാ സക്കെ. ഇത് വേറെ ആർക്കും മനസ്സിലാക്കി തരാൻ സാധ്യമല്ല.
ബാപ്പ് ബി ഏക് ഹി ബാർ ആക്കർ സമഞ്ചാത്തെ. ബാബയും കൽപ്പത്തിൽ ഒരിക്കൽ വന്നിട്ടാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് എന്ന് ബാബ പറയാൻ. ജ്ഞാൻ സാഗർ ബാപ്പ് ആത്തേ ഹി ഏക് ബാർ ഹെ. ജ്ഞാനസാഗരനായ ബാബ വരുന്നത് തന്നെ ഒരേ ഒരു പ്രാവശ്യമാണെന്ന് ബാബ പറയാൻ. ജബ്കി നയി ദുനിയ കി സ്ഥാപന പുരാനി ദുനിയ കാ വിനാശ് കർണ ഹെ. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും ചെയ്യണം, പഴയ ലോകത്തിൻ്റെ വിനാശവും ചെയ്യണം എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാ, ബാപ്കി യാദ് കെ സാത്ത് യഹ് ചക്ര ബി ബുദ്ധി മേ രഹനാ ചാഹി. അപ്പോൾ ബാബ പറയാണ്, ബാബയുടെ ഓർമ്മയോടൊപ്പം ഈ ചക്രവും ബുദ്ധിയിൽ വെക്കണമെന്ന് ബാബ പറയാം. അപ്പം നാടകം പൂരാ ഹോത്താ ഹെ, ഹം ജാത്തെ ഹെ ഘർ. ഇപ്പം നാടകം പൂർത്തിയാകുന്നു, നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ബാബ പറയാ, പാർട്ട് ബജാത്തെ ബജാത്തെ ഹം തക്ക് ഗയേ. പാർട്ട് അഭിനയിച്ച് നമ്മൾ ക്ഷീണിച്ചു പോയിരിക്കുകയാണ്. പൈസ ബി ഖർച്ചാ കിയാ, ഭക്തി കർത്തെ കർത്തെ ഹം സദോ പ്രധാൻ സെ തമോ പ്രധാൻ ബൻ ഗയേ. അതേപോലെ ബാബ പറയാ, ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി, പിന്നെയാണെങ്കിലോ ഭക്തിയൊക്കെ ചെയ്ത് സദോ പ്രധാനത്തിൽ നിന്ന് തമോ പ്രധാനമായിട്ട് മാറിയിരിക്കണമെന്ന് ബാബ പറയാണ്. ദുനിയാ ഹി പുരാനി ഹോ ഗയി. ലോകം തന്നെ പഴയതായിട്ട് മാറുകയാണ്. നാടക പുരാന കഹെങ്കെ നഹി. ഒരു നാടകത്തെ പഴയ നാടകം, പുതിയ നാടകം അല്ല, അങ്ങനെ നാടകത്തെ പഴയതെന്ന് പറയില്ലെന്ന് ബാബ പറയാണ്. നാടകോ കബി പുരാന നാടകത്തോ കബി പുരാന ഹോത്താ നഹി. നാടകം ഒരിക്കലും പഴയതാവില്ല എന്ന് ബാബ പറയാം. നാടകത്തോ നിത്യ നയാ ഹെ. നാടകം ദിവസവും പുതിയതാണ്. അതിനർത്ഥം എന്താ? ഇപ്പോൾ ഓരോ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നമുക്ക് പുതിയതായിട്ടല്ലേ തോന്നണേ. കാരണം എന്തുകൊണ്ടാണ്? ഈ കൽപ്പത്തിൽ എല്ലാം പുതിയതാണ്. കൽപ്പം നോക്കുമ്പോൾ എല്ലാം പഴയതാണ്, പക്ഷെ ഈ കൽപ്പത്തിൽ നോക്കുമ്പോൾ എല്ലാം പുതിയതാണെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, ഏത് ചൽത്താ ഹി രഹത്താ ഹെ. ഈ നാടകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ബാക്കി ദുനിയ പുരാനി ഹോത്തി ഹെ, ഹം ആക്ടേഴ്സ് തമോ പ്രധാൻ ദുഃഖി ഹോ ജാത്തെ ഹെ തക്ക് ജാത്തെ ഹെ. ബാക്കി ബാബ പറയാണ്, ഈ ലോകം പഴയതായിട്ട് മാറും, നമ്മൾ ആക്ടേഴ്സ് തമോ പ്രധാനികളും ദുഃഖികളുമായിട്ട് മാറുമെന്ന് ബാബ പറയാണ്. തക്ക് ജാത്തെ ഹെ. എല്ലാവരും ക്ഷീണിച്ചു പോവുകയാണ്. സത്യമേ തോടെ ഹി തക്കേങ്കെ. സത്യയുഗത്തിൽ ആരും ക്ഷീണിക്കില്ല എന്ന് ബാബ പറയാണ്. കോയി ബാത് മേ തഖനെ വാ തങ്ക് ഹോനേക്ക് ബാത് നഹി. ഒരു കാര്യത്തിലും ക്ഷീണത്തിൻ്റെ ദുഃഖത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. യഹാം തോ അനേക പ്രകാർക്കി തങ്കി ദേഖിനി പടത്തെ ഹെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കലിയുഗമാണല്ലോ, അപ്പം അനേക പ്രകാരത്തിലുള്ള ദുഃഖം കാണും. തും ജാൻതേ ഹോ യഹ് പുരാനി ദുനിയ ഖതം ഹോനി ഹെ. ബാബ പറയാ, മക്കളെ നിങ്ങൾക്കറിയാമോ, ഈ പഴയ ലോകം ഇല്ലാതാകണം. സംബന്ധി ആദി കുച്ച് ബി യാദ് നഹി ആനാ ചാഹി. സംബന്ധികളുടെ ഒന്നും ഓർമ്മ വരാൻ പാടില്ല അല്ലേ. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് സംബന്ധം ഉണ്ടാവുമല്ലോ. ഒരു സംബന്ധിയുടെയും ഓർമ്മ വരാൻ പാടില്ല എന്ന് ബാബ പറയാം. സ്നേഹം വേണം, അവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, പക്ഷേ ഓർമ്മ ബാബയുടെ, ഭഗവാന്റെ ഓർമ്മ മാത്രം വരണം. ഏക ബാപ് കോ ഹി യാദ് കർണാ ചാഹിയേ ജിസ്സെ വികർമ്മ വിനാശ് ഹോത്തെ. ഒരേ ഒരു ബാബയുടെ ഓർമ്മ വരണം. കാരണം ബാബയുടെ ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. വികർമ്മ വിനാശ ഹോനേക്ക ഓർ കോയി ഉപായ നഹി ഹെ. വികർമ്മം വിനാശമാകാൻ യാതൊരു ഉപായവുമില്ലെന്ന് ബാബ പറയാൻ. ഗീതാമേ ബി മന്മനാഭവ അക്ഷര ഹെ. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ടെന്ന് ബാബ പറയാൻ. പരന്തു അർത്ഥ കോയി സമജ് ന സക്കെ. പക്ഷെ ആർക്കും അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. तो बाप कहते हैं मुझे याद करो और वर्षे को याद करो. അപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ. തും വിശ്വക്കെ വാരിസ് അർത്ഥാത് മാലിക് തെ. ബാബ പറയാണ്, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരി അല്ലേ, അവകാശികളായിരുന്നു. അഭി തും വിശ്വക്കെ വാരിസ് ബൻ രഹേ ഹോ. ഇപ്പം നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. तो कितनी खुशी होनी चाहिए.
അപ്പോൾ ബാബ ചോദിക്കുക, എത്ര സന്തോഷം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. അബീത്തും കൗഡീസെ ഹീരെ മിസൽ ബൻ രഹേ ഹെ. ഇപ്പം നമ്മൾ കക്കയിൽ നിന്ന് വജ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഹാം തും ആയേ ഹി ഹോ ബാപ്സെ വർസാലേനെ. നമ്മളിവിടെ ബാബയുടെ അടുത്ത് വരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? സമ്പത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, തും ജാൻത്തെ ഹോ ജബ് കലായെ കം ഹോത്തി ഹേ തബ് ഫൂലോം കാ ബഗീച്ച മുരഞ്ചാ ജാത്ത ഹെ. ബാബ പറയാണ്, നിങ്ങൾക്കറിയാമോ, എപ്പോഴാണോ കലകൾ കുറയുന്നത് അപ്പം പൂക്കളുടെ പൂന്തോട്ടം വാടിപ്പോകുമെന്ന് ബാബ പറയാം. അബി തും ബൻത്തെ ഹോ ഗാർഡൻ ഓഫ് ഫ്ലവർ. ഇപ്പം നമ്മൾ ഗാർഡനിലെ ഭഗവാന്റെ പൂന്തോട്ടത്തിലെ പൂക്കളായിട്ട് മാറുകയാണ്. അല്ലേ, ഭഗവാന്റെ പൂന്തോട്ടമാണിത്. സത്യുഗ് ഗാർഡൻ ഹേ തോ കൈസാ സുന്ദർ ഹേ ഫിർ ധീരെ ധീരെ കലാ കം ഹോത്തി ജാത്തെ ഹേ. സത്യയുഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗാർഡനാണല്ലോ. ആ ഗാർഡൻ എത്ര മനോഹരമാണെന്ന് ബാബ പറയാം. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കും? മെല്ലെ മെല്ലെ ക്വാളിറ്റിയൊക്കെ കുറയുമല്ലോ, കലകളെല്ലാം കുറയും. ദോ കല കം ഹോ ഗയി ഗാർഡൻ മുരഞ്ചാ ഗയ. 2 കല സത്യയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വരുമ്പോഴേ 2 കല കുറയും. അപ്പോൾ ഒന്ന് പൂക്കളൊക്കെ ഒന്ന് വാടുമെന്ന് ബാബ പറയാം, ചെറിയ രീതിയിൽ. അബീത്തോ കാണ്ടോം കാ ജംഗൽ ഹുകയാ ഹെ. ഇപ്പോഴാണെങ്കിൽ മുള്ളുകളുടെ കാടായിട്ട് മാറിയിരിക്കുന്നു. അബീത്തും ജാൻത്തെ ഹോ ദുനിയാക്കോ തോ കുച്ച് ബി പത്താനേ. അപ്പോൾ ബാബ പറയാം, നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. ഈ നോളേജ് തുമക്കോ മിൽ റഹി ഹെ. ഈ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യഹേ നെയ് ദുനിയാക്കെ ലിയെ നെയ് നോളേജ്. ഇത് പുതിയ ലോകത്തേക്ക് വേണ്ടി പുതിയ ജ്ഞാനമാണെന്ന് ബാബ പറയുകയാണ്. നെയ് ദുനിയ സ്ഥാപൻ ഹോത്തി ഹെ. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയൊക്കെ നടക്കുന്നു. കർണേ വാലാ ഹെ ബാപ്പ. ചെയ്യുന്നത് ബാബയാണ്. സൃഷ്ടിക്ക രചയിത ബാപ്പ. സൃഷ്ടിയുടെ രചയിതാവ് ബാബയാണ്. യാദ് ബി ബാപ്കോ ഹി കർത്തെ ഹേ കി ആകർ ഹെവിൻ രചോ. അതായത് ബാബ പറയാണ്, ഓർമ്മിക്കുന്നതും ബാബയെ തന്നെയാണ്. എന്നിട്ട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ വന്ന് സ്വർഗം രചിക്കൂ. സുഖദാം രചോ തോ ജറൂർ ദുഃഖദാം കാ വിനാശ് ഹോഗാന. അതായത് ഭഗവാനോട് പറയാണ്, സുഖധാമം രചിക്കൂ ഭഗവാനെ. അപ്പം തീർച്ചയായിട്ടും ദുഃഖധാമം വിനാശമാകുമല്ലോ, അല്ലേ, ദുഃഖധാമത്തിന് വിനാശം വരുമല്ലോ എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാ, ബാബ റോസ് റോസ് സമझാത്തെ രഹത്തെ ഹെ. ബാബ നമുക്ക് ദിവസവും മനസ്സിലാക്കി തരുന്നുണ്ട്. ഉസ്കോ ധാരണ കർ ഫിർ സമझാന. ഭഗവാൻ പറഞ്ഞു തരുന്ന ജ്ഞാനം ദിവസവും എന്ത് ചെയ്യണം? ധാരണ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം. പെഹലെ തോ മുഖ്യ ബാത്ത് സമझാനി ഹെ ഹമാര ബാപ്പ് കോൻ ഹെ. ആദ്യം നമ്മൾ മുഖ്യമായ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ അച്ഛൻ ആരാണ്? ജസസെ വർഷ പാന ഹെ. ഈ അച്ഛനിലൂടെയാണ് നമുക്ക് സമ്പത്ത് നേടേണ്ടത്. ഭക്തി മാർഗ് മേ ബി ഗോഡ് ഫാദർ കോ യാദ് കർത്തെ ഹേ കി ഹമാരെ ദുഃഖ ഹരോ സുഖതോ. അപ്പോൾ ഭക്തി മാർഗത്തിലും ഗോഡ് ഫാദറിനെ ഓർമ്മിക്കുന്നു. എന്താ ഓർമ്മിക്കുന്നേ? ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതാക്കൂ, സുഖം തരൂ എന്ന് പറഞ്ഞിട്ട് ഓർമ്മിക്കുന്നു എന്ന് ബാബ പറയാം. തും ബച്ചോം കി ബുദ്ധി മേ ബി സ്മൃതി രഹനി ചാഹിയെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളുടെ ബുദ്ധിയിലും ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയുന്നു, ഓർമ്മയിലുണ്ടായിരിക്കണം. സ്കൂൾ മേ സ്റ്റുഡൻസ് കി ബുദ്ധി മേ നോളേജ് രഹത്തി ഹെ നാ കി ഘർ ബാർ. ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ ബുദ്ധിയിൽ എപ്പോഴും പഠിപ്പിനെക്കുറിച്ചാണ് ചിന്തയുണ്ടാവുക. അല്ലാതെ വീട്, ഉത്തരവാദിത്തങ്ങൾ, അല്ലേ, ജോലി, അതൊന്നുമല്ല അവർക്ക് ഓർമ്മയുണ്ടാവുക. വീടിനെക്കുറിച്ചൊന്നും അല്ലല്ലോ. വിദ്യാർത്ഥികൾ എപ്പോഴും പഠിപ്പിനെക്കുറിച്ചാണ് ചിന്തിക്കുക എന്ന് ബാബ പറയുകയാണ്. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാം, സ്റ്റുഡൻറ്റ് ലൈഫ് മേ ദന്തേ ദോരി കി ബാത് രഹത്തെ നഹി സ്റ്റഡി ഹി യാദ് കർത്തെ ഹെ. അതായത് ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ ജോലി മുതലായ കാര്യങ്ങളൊന്നും അല്ല ഓർമ്മിക്കുക. വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ എപ്പോഴും പഠിപ്പിനെക്കുറിച്ചാണ് ചിന്തയുണ്ടായിരിക്കുന്നത്. പഠിപ്പാണ് ഓർമ്മിക്കുന്നത്. ഹം തോ ഫിർ കർം കർത്തെ ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ ബാപ് കഹത്തെ ഹേ യഹ് സ്റ്റഡി കറും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബാബ പറയുന്നത് എന്താ? നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നോളൂ,
പക്ഷെ നിങ്ങൾ പഠിക്കും. എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾ പഠിക്കണം. ഐസെ നഹി കഹത്തേക്ക് സന്യാസിയോം കെ മുവാഫിക് ഗർബാർ ചോടോ. ഒരിക്കലും ഭഗവാൻ നമ്മളോട് പറയില്ല സന്യാസിമാരെ പോലെ വീടും കുടുംബവും ഉപേക്ഷിക്കും. അങ്ങനെ ഒരിക്കലും ബാബ പറയില്ല. യഹ് ഹി രാജയോഗ, യഹ് പ്രവൃത്തി മാർഗ. ഇത് രാജയോഗമാണ്, പ്രവൃത്തി മാർഗമാണ്. അതായത് കുടുംബത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത്. സന്യാസിയോം കോ ഭി തും കഹ് സക്തേ ഹോ കി തുമാരാ ഹൈ ഹഠയോഗ. അതായത് സന്യാസിമാർക്ക് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, അതായത് നിങ്ങളുടേത് ഹഠയോഗമാണ്. തും ഗർബാർ ചോടത്തെ ഹോ യഹാ വഹ് ബാത്ത് നഹി. ബാബ പറയണം നിങ്ങൾ കുടുംബമൊക്കെ ഉപേക്ഷിക്കുകയല്ലേ ലോകത്തുള്ളവരോട് പറയുക. പക്ഷെ ഇവിടെ ആ കാര്യങ്ങളൊന്നും ഇല്ല. യഹ് ദുനിയാ ഹി കൈസെ ഗന്ദി ഹെ. ഈ ലോകം വളരെ മോശമാണ്. ക്യാ ലഗാ പടാ ഹെ. എന്തായിരിക്കണോ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയാൻ. ഗരീബ് ആദി കൈസെ രഹേ പടേ ഹെ. ദരിദ്രർക്ക് എങ്ങനെയാണ് ഇവിടെ ഇരിക്കാൻ പറ്റുക എന്ന് ബാബ ചോദിക്കാൻ. ദേഖ്നെ സെ ഹി നഫ്രത്ത് ആത്തെ. നോക്കുമ്പോൾ തന്നെ വെറുപ്പ് വരുമെന്ന് പറയാൻ. ബാഹർ സെ ജോ വിസിറ്റർ ആദി ആത്തെ ഹെ ഉന്നോം കോ തോ അച്ഛെ അച്ഛെ സ്ഥാൻ ദിക്കാത്തെ. അല്ലേ, ഇപ്പം പുറത്തുനിന്ന് ആരാണോ നല്ല വിസിറ്റേഴ്സൊക്കെ വരുന്നത്, അപ്പം അവർക്ക് നല്ല നല്ല സ്ഥാനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു എന്ന് ബാബ പറയാം. ഗരീബ് ആദി കൈസെ ഗന്ധമേ രഹേ പടേ ഹെ വഹത്തോടെ ഹി ദിക്കാത്തെ. എന്നാൽ അല്ലേ, ഇപ്പം സാധാരണ അങ്ങനെയാണല്ലോ, ഒരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിസിറ്റർ വരുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളല്ലേ കാണിച്ചു കൊടുക്കുക, അല്ലാതെ മോശമായ സ്ഥലങ്ങളൊന്നും കാണിച്ചു കൊടുക്കില്ലല്ലോ. അതാ ബാബ പറയണ ദരിദ്രരെല്ലാം ഉള്ള ഒരുപാട് മോശമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല മനുഷ്യർ കാണിച്ചു കൊടുക്കുന്നത്. യഹ് തോ ഹി ഹെ നർഗ് പരന്തു ഉന്മേ ബി ഫറക് തോ ബഹുത് ഹെ. ഈ ലോകത്തിൽ ഈ കലിയുഗം എന്ന് പറയുന്നത് നരകമാണ്. എന്നാലും ബാബ പറയാണ് ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ, അല്ലേ? നരകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തെല്ലാം വ്യത്യാസങ്ങളാണ്. സാഹുകാർ ലോക കഹാം രഹത്തെ ഹെ, ഗരീബ് കഹാം രഹത്തെ ഹെ, കർമ്മോം കാ ഹിസാബ് കേന. ബാബ പറയാണ് ധനവാന്മാരെവിടെയായിരിക്കുന്നത്, ദരിദ്രന്മാരെവിടെയായിരിക്കുന്നത്, ഇതെല്ലാം ഒരു കർമ്മത്തിൻ്റെ കണക്കല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. സത്യയുഗമേ ഗന്ദഗി നീ ഓ സക്തി. സത്യയുഗത്തിൽ ഇങ്ങനെ മോശമായതൊന്നും ഉണ്ടാവില്ല. വഹാംബി ഫറക്ക് ഹോ രഹത്താ ഹേന. സത്യയുഗവും ത്രേതായുഗവും തമ്മിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ എന്ന് ബാബ പറയാൻ. കൊയ് സോനയ്ക്ക് മഹൽ ബനായെങ്കിൽ കൊയ് ചാന്തിക്ക് കൊയ് ഇട്ടോമിക്ക്. അതായത് ബാബ പറയാണ് ചിലർ സ്വർണത്തിൻ്റെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും, ചിലരാണെങ്കിലോ വെള്ളിയുടെ ഉണ്ടാക്കും, ചിലരാണെങ്കിൽ ഇഷ്ടിക കൊണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കുമെന്ന് ബാബ പറയാം. യഹാം തോ കിത്നെ ഗണ്ഡ് ഹെ. ഇവിടെ എത്ര ഗണ്ഡങ്ങളാണ്. ഏക് യൂറോപ്പ് ഗണ്ഡ് ഹി കിത്ന ബടാ ഹെ. യൂറോപ്യൻ ഗണ്ഡം ഒറ്റ ഗണ്ഡമാണ്, അത് എത്ര വലുതാണെന്ന് ബാബ ചോദിക്കാം. വഹാം തോ സിറഫ് ഗഹം ഹി ഹോ. യൂറോപ്യൻ ഗണ്ഡത്തിലേ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രിസ്ത്യൻ ധർമ്മത്തിൽപ്പെട്ടവർ അല്ലേ, കൂടുതൽ അവരാണല്ലോ. എന്നിട്ട് ബാബ പറയാ യഹ്ബി ബുദ്ധിമേ രഹേത്തോ ഹർഷിത് മുഖ അവസ്ഥ. ഇത് നമ്മുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം, അപ്പം നമ്മുടെ അവസ്ഥയൊക്കെ വളരെ നല്ലതായിരിക്കുമെന്ന് ബാബ പറയാണ്. സ്റ്റുഡൻറ്റ് കി ബുദ്ധിമേ സ്റ്റഡി ഹി യാദരാത്തെ. ഒരു വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ എന്താണ്, പഠിപ്പ് തന്നെയാണ് ഓർമ്മയിൽ നിൽക്കുന്നത്. ബാപ്പ് ഓർ വർഷ, അച്ഛനും സമ്പത്തും. എഴുത്തോ സമഞ്ചായ ഹേ ബാക്കി തോടാ സമയ ഹേ. ഇതെല്ലാം ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ബാക്കി ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്ന് ബാബ പറയാൻ. ബഹുത്തോ കഹ്ദേത്തെ ലാഖോ മസാരോ മറഷ്. ലോകത്തിലെ മനുഷ്യർ ഈ ആയുസ്, സൃഷ്ടിയുടെ ആയുസ് പറയുന്നത് എത്രയാണ്? ബാബ പറയണം അവരിങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്ന് ബാബ പറയാം, അല്ല ലക്ഷങ്ങൾ എന്നൊക്കെ അവർ പറയും. യഹാം തോ ബാത്ത് ഹി 5000 വർഷ കാ ഹെ. ഇവിടെ 5000 വർഷത്തിൻ്റെ കാര്യമേ ഉള്ളൂ എന്ന് ബാബ പറയാം. തും ബच्चे समझ सकते हो अभी हमारी राजधानी की സ്ഥാപന हो रही है. അപ്പോൾ ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ രാജധാനിയുടെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സാരി ദുനിയാ ഖത്തം ഹോനി ഹെ. ബാക്കി മുഴുവൻ ലോകവും ഇല്ലാതാകണം. ഇത് പഠായി ഹേന, ഇത് പഠിപ്പാണല്ലോ എന്ന് ബാബ പറയാം. ബുദ്ധിമേ യഹ് യാദ് രഹേ ഹം സ്റ്റുഡൻറ്റ് ഹെ, ഹംകോ ഭഗവാൻ ബടാത്തെ ഹെ.
ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം, ഞാനൊരു വിദ്യാർത്ഥിയാണ്, എന്നെ പഠിപ്പിക്കുന്നത് ഭഗവാനാണ്. തോബി കിത്നി ഖുഷി ഹോത്തി ഹെ. അപ്പം അത്രയും സന്തോഷം ഉണ്ടാകും. യഹ് ക്യോ ഭൂൽ ജാത്താ ഹെ. അപ്പോൾ ബാബ ചോദിക്കുക, എന്തുകൊണ്ടാണ് മക്കളെ ഇതൊക്കെ മറന്നു പോണത്? എന്താ കാര്യം? മായ ബടി പ്രബൽ ഹെ. മായ വളരെ ശക്തിശാലിയാണ്. വഹ് ബുലാ ദേത്തെ. ആ മായയാണ് എല്ലാം മറപ്പിക്കുന്നത്. സ്കൂൾ മേ സബ് സ്റ്റുഡൻസ് പഠാ രഹേ ഹെ, പഠ രഹേ ഹെ ന. സ്കൂളിലെ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സബി ജാൻതേ ഹെ കി ഹംകോ ഭഗവാൻ പഠാത്തെ. എല്ലാവരും മനസ്സിലാക്കുന്നു, എന്താണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാനാണ്. അതെല്ലാവരും മനസ്സിലാക്കണമെന്ന് പറയാൻ. വഹാം തോ അനേക പ്രകാരക്ക് വിദ്യ പഠായി ജാത്തെ. ലോകത്തിലെ ഒരുപാട് പ്രകാരത്തിലുള്ള വിദ്യകളൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് ബാബ പറയാൻ. അനേക ടീച്ചേഴ്സ് ഹോത്തെ ഹെ. അതേപോലെ അനേക ടീച്ചർമാരുണ്ടാകും. യഹാം തോ ഏക് ഹി ടീച്ചർ ഹെ. ഇവിടെയാണെങ്കിൽ ഒരൊറ്റ ടീച്ചറാണ്, എല്ലാത്തിനും കൂടെ ഒരൊറ്റ ടീച്ചർ. ഏക് ഹി സ്റ്റഡി ഹെ. പഠിപ്പ് ഒന്ന് തന്നെയാണ്, പഠിപ്പ് ഒന്ന് തന്നെയാണ് എന്ന് ബാബ പറയാം. ബാക്കി നായബ് ടീച്ചേഴ്സ് തോ ജറൂർ ചാഹിയെ. പിന്നെ കുറച്ച് ടീച്ചേഴ്സും കൂടെ വേണമല്ലോ എന്ന് ബാബ പറയാൻ. സ്കൂൾ ഹെ ഏക്, ബാക്കി സബ് ബ്രാഞ്ചസ് ഹെ. സ്കൂളൊന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ ബ്രാഞ്ചുകളാണ്. പഠാനേ വാല ഏക് ബാപ്പ് ഹെ. പഠിപ്പിക്കുന്നത് ഒരു ഭഗവാനാണ്. ബാപ്പ് ആക്കർ സബീക്കോ സുഖ ദേത്തെ ഹെ. ബാബ വന്ന് എല്ലാവർക്കും സുഖം തരുകയാണ്. തും ജാൻതേ ഹോ ആധാ കൽപ്പം സുഖി രഹേങ്കെ. ബാബ പറയാൻ, നിങ്ങൾക്കറിയാമോ കുട്ടികളെ, അരക്കൽപ്പം നമ്മളെല്ലാവരും സുഖികളായിരിക്കും. തോ യഹ് ബി ഖുഷി രഹനി ചാഹിയെ ശിവ് ബാബ ഹംകോ പഠാത്തെ. അപ്പോൾ ഈ സന്തോഷവും ഉണ്ടായിരിക്കണം, എന്നെ ശിവ് ബാബ പഠിപ്പിക്കുകയാണ്. ഈ സന്തോഷവും നമ്മളിൽ വേണം. എന്നിട്ട് ബാബ പറയാ, ശിവ് ബാബ രചന രചത്തെ ഹി ഹെ സ്വർഗക്ക്. ശിവ് ബാബ രചിക്കുന്നത് തന്നെ സ്വർഗത്തിൻ്റെ രചനയാണ് രചിക്കുന്നത്. എന്നിട്ട് ബാബ പറയാണ്, ഹം സ്വർഗക്കെ മാലിക് ബന്നേക്കെ ലിയെ പഠിത്തേ. നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിട്ട് മാറാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കിത്തനി ഖുഷി അന്തർമേ രഹനി ചാഹി. എത്ര സന്തോഷം ഉള്ളിൽ വരണം. വഹ് സ്റ്റുഡൻറ്റ് ബി ഖാത്തെ പീത്തെ സബ് കുച്ച് ഗർക്ക കാം ആദി കർത്തേ. ബാബ പറയണ, ലോകത്തിലെല്ലാവരും കഴിച്ചും കുടിച്ചും അല്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുക. हाँ कोई हॉस्पिटल में रहते हैं कि जास्ती पढ़ाई में ध्यान रहेगा. ഇനി ബാബ പറയാണ്, ചിലവർ ഹോസ്പിറ്റലിലേക്കാന്ന് വിചാരിക്കാം. അപ്പോൾ ബാബ പറയാ, കൂടുതൽ പഠിപ്പിൽ ശ്രദ്ധയൊക്കെ കൊടുക്കുക. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അസുഖവും ലതുക്കവും ഒക്കെ അല്ലേ, അപ്പോൾ ബാബയെ ഓർമ്മിക്കുമല്ലോ. സർവീസ് കർണേക്കെ ലിയെ ബച്ചിയാം ബാഹർ മേ രഹത്തെ ഹെ. സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെല്ലാം അല്ലേ വീടിൻ്റെ പുറത്തേക്ക് പോകുന്നത് എന്ന് ബാബ പറയാം. കൈസെ മനുഷ്യാത്തെ. എങ്ങനെയുള്ള മനുഷ്യരാണ് വരുന്നത്? യഹാം തൊത്തും കിത്നെ സേഫ് ബൈറ്റേ ഹോ. എന്നാൽ ബാബ പറയാൻ, നിങ്ങൾ എത്ര സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. കോയി അന്തർ കുസ്ന സഖേ. അല്ലേ, ഒരാൾക്കും ഉള്ളിലേക്ക് വരാൻ സാധ്യമല്ല. യഹാം കോയി കാ സംഗ നഹി ഹെ. ഇവിടെ ആരുടെയും കൂട്ടുകെട്ടില്ല. ഇവിടെ കൂട്ടുകെട്ട് ഭഗവാനുമായിട്ട് മാത്രമേ ഉള്ളൂ. പതിത് സേ ബാത്ത് കർണേക്ക് ദർക്കാർ നഹി. പതിതരോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ബാബ പറയാം. തുംകോ കോയി കാ മുഹ് ദേഖനെ കി ബി ദർക്കാർ നഹി ഹെ. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുഖം കാണേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഫിർ ബി ബാഹർ രഹനെ വാലെ തീക്കെ ചലേ ജാത്തെ ഹെ. എന്നാലും ബാബ പറയാണ്, ബാബയുടെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ബാബയുടെ യജ്ഞത്തിൻ്റെ ഉള്ളിലിരിക്കുന്നവരെക്കാൾ കൂടുതൽ പുറത്തിരിക്കുന്നവർ തീവ്രമായി മുന്നിലേക്ക് പോകുന്നു എന്ന് ബാബ പറയാൻ. കൈസ മണ്ടർ. എത്ര അത്ഭുതമാണെന്ന് ബാബ ചോദിക്കാം. ബാഹർ രഹനെ വാലെ കിത്നോം കോ ബടാക്കർ ആപ് സമാൻ ബനാക്കർ ഓർ ലേ ആത്തെ ഹെ. അതായത് ബാബ പറയാണ്, പുറത്തിരിക്കുന്നവർ എത്രമാത്രം ബാബയെ ഓർമ്മിച്ച് തനിക്ക് സമാനാക്കി മാറ്റി കൊണ്ടുപോകുന്നു അല്ലേ. ബാബ നമ്മളെ പഠിപ്പിച്ച് ബാബയ്ക്ക് സമാനാക്കി മാറ്റിയിട്ടാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. ബാബ സമാചാർ പൂച്ഛത്തെ ഹെ കൈസെ പേഷ്യൻ്റ് കോ ലേ ആയേ ഹോ. അപ്പോൾ ബാബ വാർത്തകളൊക്കെ ചോദിക്കും, എങ്ങനെയാണ് പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. കാരണം
ആത്മാവിന് അസുഖമാണല്ലോ, അപ്പം എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കണേന്നൊക്കെ ബാബ അന്വേഷിക്കുകയാണ്. कोई बहुत खराब पेशेंट है तो उनको 7 रोज़ भट्टी में रखा जाता है. ചില പേഷ്യൻസ് വളരെ മോശമായ പേഷ്യൻസാണ്. അവർക്ക് രോഗമൊക്കെ മൂർച്ഛിച്ചിട്ടുണ്ടാവും. കാമക്രോധ മോഹലോഭ അഹങ്കാരമാണല്ലോ അസുഖങ്ങളെ. അപ്പം അവർക്ക് 7 ദിവസത്തെ കോഴ്സ് വയ്ക്കണം. 7 ദിവസത്തെ ഭട്ടിയിൽ അവരിരുത്തണം. യഹാം കോയിക്ക് ശൂദ്രക്കോ നഹി ലേ ആനാ ചാഹിയെ. ബാബയുടെ അടുത്തേക്ക് ഒരിക്കലും ശൂദ്രനെ കൊണ്ടുവരാൻ പാടില്ല. ബാബ മില്ലിന് പോകുമ്പോഴേ ബാബയെ കാണുമ്പോൾ ബാബയുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ബാബ പറയുന്നത്. ശൂദ്രന്മാരെ ഒന്നും കൊണ്ടുപോകരുത്. യഹാം കോയി ബി ശൂദ്രക്കോ നഹിലിയാനായ. എന്നിട്ട് ബാബ പറയാ യഹ് മധുബൻ ഹെ ജെസേക്ക് തും ബ്രാഹ്മണോംക്ക് ഏക് ഗാവ്. ഇത് മധുബനാണ് ബാബ വരുന്ന സ്ഥലം. ഇത് മധുബനാണ്. ഇത് നിങ്ങൾ ബ്രാഹ്മണരുടെ ഒരു ഗ്രാമമാണെന്ന് ബാബ പറയാം. കാരണം മധുബനിൽ എവിടെ നോക്കിയാലും ബ്രാഹ്മണർ മാത്രമല്ലേ ഉള്ളൂ. യഹാം ബാപ്പത്തും ബച്ചോംകോ ബൈഠ് സമझാത്തെ ഹേ വിശ്വക മാലിക് ബനാത്തെ. ഇതെല്ലാം ബാബ ഇരുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വിശ്വത്തിൻ്റെ അധികാരിയായിട്ട് മാറ്റുകയാണ് ബാബ. കോയി ശൂദ്രക്കോ ലേ ആയെങ്കിൽ തോ വഹ് വൈബ്രേഷൻ ഖരാബ് ഹോഗ. അപ്പോൾ ബാബ പറയാണ്, ബാബ വരുന്ന സമയത്തെ ആരെങ്കിലും ശൂദ്രനെയും ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മാറുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാണ് തും ബച്ചോം കി ചലൻ ബി ബഹുത് റോയൽ ചായ്. നമ്മുടെ പെരുമാറ്റം വളരെ റോയലായിരിക്കണം. ആകെ ചൽ തുമക്കോ ബഹുത് സാക്ഷാത്കാർ ഹോത്തേ രഹേങ്കെ വഹാം ക്യാ ക്യാ ഹോഗ. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാക്ഷാത്കാരങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. സത്യയുഗത്തിൽ എന്തെന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ജാൻവർ ബി കൈസെ അച്ചേച്ച ഹോങ്കെ. മൃഗങ്ങളും വളരെ നല്ലതായിരിക്കുമെന്ന് ബാബ പറയാം. സബ് അച്ചി ചീസേ ഹോങ്കി. എല്ലാം നല്ല സാധനങ്ങളായിരിക്കും. സത്യയുഗിക്ക് കോയി ചീസ് യഹാം ഹോ നാ സക്കെ. സത്യയുഗത്തിലെ ഒരു സാധനവും ഇവിടത്തെ പോലെയല്ല. ഇവിടുത്തെ സാധനവും സത്യയുഗത്തിലെ സാധനവും തമ്മിൽ വ്യത്യാസമുണ്ട്. വഹാം ഫിർ യഹാം കി ചീസ് ഹോ നാ സക്കെ. അതേപോലെ ബാബ പറയാണ്, സത്യയുഗത്തിലെ കലിയുഗത്തെ ഒന്നും ഉണ്ടാവില്ല, കലിയുഗത്തിലോ സത്യയുഗത്തിലോ ഒന്നും ഉണ്ടാവില്ല. തുമാരി ബുദ്ധിമേ ഹേ ഹം സ്വർഗ്ഗക്കെ ലിയേ ഇംതിഹാൻ പാസ് കർ രഹേ. നമുക്കറിയാം നമ്മുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്സായിട്ട് മാറണം, സ്വർഗത്തിലേക്ക് പോകണമല്ലോ. അതാണ് ബാബ പറയണത്. ജിത്ന പഠേങ്കെ ഓർ ഫിർ പഠായെങ്കെ ടീച്ചർ ബൻ ഔരോംകോ രാസ്ത ബത്താത്തെ ഹെ. ബാബ പറയാണ്, എത്ര പഠിക്കുന്നുവോ പഠിപ്പിക്കുന്നുവോ അത്രയും ടീച്ചറായി മാറി മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കുമെന്ന് ബാബ പറയാം. സബ ടീച്ചേഴ്സ് ഹെ. എല്ലാവരും ടീച്ചർമാരാണ്. സബ്കോ ടീച്ച് കർണ ഹെ. എല്ലാവർക്കും പഠിപ്പിക്കണമെന്ന് ബാബ പറയാൻ. പേലെ പേലെ തോ ബാപ് കി പഹചാൻ ദേ ബത്ലാന ഹെ കി ബാപ് സെ യഹ് വർഷ മിൽത്ത ഹെ. അതായത് ബാബ പറയാണ്, ആദ്യം ബാബയ്ക്ക് പരിചയം കൊടുക്കണം. അതായത് ബാബയിൽ നിന്ന് ഈ സമ്പത്ത് കിട്ടുന്നു അല്ലേ, അങ്ങനെ നോക്കണമെന്ന് ബാബ പറയാൻ. എന്നിട്ട് ബാബ പറയാ, ഗീത ബാബിനെ സുനായി ഹെ. ഭഗവത്ഗീത കേൾപ്പിച്ചത് ആരാണ്? ബാബയാണല്ലോ അല്ലേ. ഭഗവത്ഗീത കേൾപ്പിച്ചത് ബാബയാണ്. അതാണ് ബാബ പറയും, ഗീത ബാബയാ കൽപ്പിച്ചത്. യഹ് പ്രജാപിത ബ്രഹ്മ ഹേ തോ ബ്രാഹ്മൺ ബി യഹാം ചാഹി. പ്രജാപിത ബ്രഹ്മാവുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ബ്രാഹ്മണരും വേണമല്ലോ എന്ന് ബാബ പറയാൻ. എന്നിട്ട് ബാബ പറയാണ്, ബ്രഹ്മാബി ശിവബാബാസെ പഠിത്തേ രഹത്തെ. ബ്രഹ്മാവും ശിവബാബയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തും അഭി പഠിത്തേ ഹോ വിഷ്ണുപുരി മേ ജാനേ കെ ലിയേ. ബാബ പറയാ, നിങ്ങൾ പഠിക്കുന്നത് വിഷ്ണുപുരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. യഹേ തുമാര അലൗകിക് ഘർ. ഇത് നിങ്ങളുടെ അലൗകിക വീടാണ്. ലൗകിക് പാർലൗകിക് ഫിർ ഫിർ അലൗകിക് അല്ലേ. ലൗകികം പാർലൗകികം പിന്നീട് അലൗകിക വീട്. അങ്ങനെ പറയുമെന്ന് ബാബ പറയാ. നെയ് ബാത്ത് ഹേന, പുതിയ കാര്യമല്ലേ എന്ന് ചോദിക്കാൻ. ഭക്തി മാർഗമേ കബി ബ്രഹ്മാക്കോ യാദ് നെയ് കർത്തെ. ബ്രഹ്മാവിനെ ആരും ഭക്തിയിൽ ഓർമ്മിക്കില്ല എന്ന് ബാബ പറയാൻ.
ബ്രഹ്മ ബാബ കിസ്കോ കഹനെ ആത്താ നഹി. ആരെയും ബ്രഹ്മബാബ എന്ന് പറയാൻ സാധ്യമല്ല. ശിവബാബ കോ യാദ് കർത്തേ ഹെ കി ദുഃഖ സെ ഛുഡാവോ. ശിവബാബയെ ഓർമ്മിക്കുന്നു, അതായത് ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. വഹേ പാരലൗകിക് ബാപ്പ് യഹ് ഫിർ ഹെ അലൗകിക്. ഇത് പാരലൗകിക അച്ഛനാണ്, ഇത് അലൗകിക അച്ഛനാണ്. ഇൻകോ തും സൂക്ഷ്മവദൻ മേ ബി ദിഖ്തേ ഹോ അല്ലേ. അതായത് ബാബ പറയാണ് അലൗകിക അച്ഛനെ നമുക്ക് സൂക്ഷ്മവദനത്തിൽ കാണാൻ പറ്റും. അലൗകിക അച്ഛൻ ബ്രഹ്മബാബയല്ലേ, അതാണ് ബാബ പറയുന്നത്. അപ്പം സൂക്ഷ്മവദനത്തിൽ കാണാൻ പറ്റുമെന്ന് ബാബ പറയാൻ. फिर यहाँ भी देखते हो लौकिक बाप तो यहाँ देखने में आता है. ബാബ പറയാണ് ഇവിടെ നോക്കൂ, ലൗകികത്തിലെ അച്ഛനെ ഇവിടെ കാണാൻ പറ്റും അല്ലേ. ലൗകികത്തിലെ അച്ഛൻ നമുക്ക് കലിയുഗത്തിൽ കാണാൻ പറ്റുമല്ലോ. പാരലൗകിക് ബാപ് തോ പരലോക് മേ ഹി ദേഖ് സക്തേ ഹോ. പാരലൗകിക അച്ഛനെ നമുക്ക് പരലോകത്തിലാണ് കാണാൻ പറ്റുന്നത് എന്ന് ബാബ പറയാം. യഹ് ഫിർ ഹെ അലൗകിക് വണ്ടർഫുൾ ബാപ്പ്. ഇത് അലൗകികമായ വണ്ടർഫുൾ ആയിട്ടുള്ള ബാബയാണ്. ഇസ് അലൗകിക് ബാപ് കോ സംജ്നെ മേ ഹി മൂഞ്ച്തേ. ഈ അലൗകിക അച്ഛനെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് സംശയങ്ങൾ വരുന്നത് എന്ന് ബാബ പറയാം. ശിവബാബ കേലിയെ തോ കഹേങ്കെ നിരാകാര. ശിവബാബയെക്കുറിച്ച് പറയുന്നത് എന്താണ്? നിരാകാരനാണ്. തും കഹേങ്കെ വഹ് ബിന്ദി. നിങ്ങൾ പറയും അത് ബിന്ദു സ്വരൂപമാണ്. വഹ് കർക്കെ അഖണ്ഡ ജ്യോതി വാ ബ്രഹ്മ കഹ് ദേത്തെ. അതായത് ബാബ പറയാണ്, ബാബയെക്കുറിച്ച് പറയുമല്ലോ അഖണ്ഡ ജ്യോതിയാണ് എന്ന് പറയും. അതേപോലെ ബാബ പറയാം അഖണ്ഡ ജ്യോതിയാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണെന്ന് പറയുന്നു. അനേക മത അനേക അഭിപ്രായങ്ങൾ ഉണ്ട്. തുമാരി തോ ഏക് ഹി മത. നിങ്ങളുടേത് ഒരൊറ്റ ഡയറക്ഷനാണ്, ഒരേ ഒരു മതമാണെന്ന് ബാബ പറയാൻ. ഏക് ദ്വാര ബാപ്നെ മത് ദേന ശുരു കി ഫിർ വൃദ്ധി കിത്തനെ ഹോത്തി ഹെ. അതായത് ബാബ പറയുകയാണ്, അപ്പോൾ ബാബ പറയാണ് നിങ്ങളുടേത് ഒരേ ഒരു മതമാണ്, ഒരേ ഒരു ഡയറക്ഷനാണ്. ഏക് ദ്വാര ബാപ്നെ മത് ദേന ശുരു കി ഫിർ വൃദ്ധി കിത്തനെ ഹോത്തി ഹെ. ഒരാളിലൂടെയാണ് ബാബ ഡയറക്ഷൻ തരാൻ ആരംഭിച്ചത്. പിന്നീട് നോക്കൂ എത്ര അഭിവൃദ്ധി ഉണ്ടായി എന്ന് ബാബ ചോദിക്കാം. तो तुम बच्चों की बुद्धि में यह रहना चाहिए हमको शिव ബാബ പഠാ രഹേ ഹെ. അപ്പോൾ ബാബ പറയാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം, അതായത് നമ്മളെ ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിത് സേ പാവൻ ബനാ രഹേ ഹെ. പതീതത്തിൽ നിന്ന് പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവൺ രാജ്യമേ ജറൂർ പതിത് തമോപ്രധാൻ ബന്നാ ഹി ഹെ. രാവണ രാജ്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പതീതവും ദുഃഖിയുമായിട്ട് മാറേണ്ടി വരുമെന്ന് ബാബ പറയാം. പതീതരും ദുഃഖിയുമായിട്ട് മാറണമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാണ് രാവൺ രാജ്യമേ ജറൂർ പതീത് തമോപ്രധാൻ ബന്നാ ഹി ഹെ. രാവണൻ്റെ രാജ്യത്തിൽ തീർച്ചയായിട്ടും പതീതവും ദുഃഖിയുമായിട്ട്, അതായത് തമോപ്രധാനവുമായിട്ട് മാറുക തന്നെ വേണം. നാം ഹി ഹെ പതീത പാവൻ. ഭഗവാനെക്കുറിച്ചുള്ള പേരെന്താണ്? പതീത പാവനൻ. സബ് ദുഃഖി ബി ഹെ തബ് തോ ബാപ് കോ യാദ് കർത്തേ ഹെ. എല്ലാവരും ദുഃഖികളാണ്. അപ്പോൾ ബാബ പറയാം എല്ലാവരും ദുഃഖികളാണ്, അപ്പം നമ്മളെല്ലാവർക്കും സുഖം കൊടുക്കണമല്ലോ എന്ന് ബാബ പറയാം. നൈ ദുനിയാമേത്തോ സുഖ ഹി സുഖ. പുതിയ ലോകത്തിൽ സുഖം തന്നെ സുഖം. ബാക്കി സബ് ശാന്തിധാമ രഹത്തെ. ബാക്കി എല്ലാവരും ഇരിക്കുന്നത് എവിടെയാണ്? ശാന്തിധാമിലാണ്. യഹ് ബുദ്ധി മേ രഹനാ ചാഹിയെ. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിലുണ്ടായിരിക്കണം. അഭി ഹം ജായെങ്കെ ശാന്തിധാം. അപ്പം നമ്മളെല്ലാവരും ശാന്തിധാമിലേക്ക് പോവുകയാണ്. जितना नज़दीक आते जाएंगे तो आज की दुनिया क्या है कल की दुनिया क्या होगी. അപ്പോൾ ബാബ പറയാണ് എത്ര നമ്മൾ ബാബയുടെ അടുത്തേക്ക് വരുന്നുവോ അത്രയും
ബാബ പറയാ ഈ ലോകത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കാൻ, നാളത്തെ ലോകത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കാൻ, നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊക്കെ അറിയാലോ. സബ ദേഖ്തേ രഹേംഗെ, എല്ലാം നമുക്ക് കാണാൻ പറ്റുമെന്ന് ബാബ പറയുകയാണ്. സ്വർഗയ്ക്ക് ബാദശാഹി നസ്തീക്ക് ദേഖ്തേ രഹേംഗെ, സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ബാബ പറയാത്തോ ബച്ചോംകോ മുഖ്യ ബാത്ത് സമഞ്ചാത്തേ ഹെ, അപ്പോൾ മുഖ്യമായ കാര്യങ്ങൾ ബാബ മനസ്സിലാക്കി തരികയാണ്. ബുദ്ധിമേ യഹ യാദ് രഹേക്ക് ഹം സ്കൂൾ മേ ബൈഠേ, നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം നമ്മൾ സ്കൂളിലാണ് ഇരിക്കുന്നത്. ശിവബാബ ഇസ് രഥ് പർ സവാർ ഹോ ആയേ ഹെ ഹംകോ പഠാൻ. അപ്പോൾ ബാബ പറയണം, ഇപ്പോൾ ശിവബാബ ബ്രഹ്മാവിൻ്റെ രഥത്തിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. യഹ് ഭാഗീരഥ, ഇത് ഭാഗീരഥനാണെന്ന് ബാബ പറയാം. ബാപ്പ് ആയെങ്കെ ബി ജറൂർ ഏക് ബാർ, ബാബ വരുന്നത് തന്നെ തീർച്ചയായും ഒരു പ്രാവശ്യം. ഭാഗീരഥ കാ നാം ക്യാ ഹേ യഹ് ബി കിസ്കോ പത്താ നഹീ, ഭാഗീരഥൻ്റെ പേരെന്താണ് ഇതാരും അറിയുന്നില്ല എന്ന് ബാബ പറയാം. യഹാം തും ബച്ചേ ജബ് ബാപ് കെ സന്മുഖ് ബൈഠത്തെ ഹോ തോ ബുദ്ധി മേ യാദ് രഹേ കി ബാബ ആയാ ഹുവാ ഹൈ. അപ്പോൾ ബാബ പറയാണ്, ഇവിടെ നിങ്ങൾ കുട്ടികൾ ബാബയുടെ മുന്നിലിരിക്കുന്നു. മധുബനിലെ നമ്മൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ് ബാബയെ കാണാൻ പോകുമ്പോൾ. അപ്പം എല്ലാവരും ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ വരികയാണ്. അതായത് ബാബ വന്നു കഴിഞ്ഞു. എന്നിട്ട് ബാബ പറയാ ഹംകോ സൃഷ്ടിചക്രക്ക രാസ് ബത്താ രഹേ, നമുക്ക് സൃഷ്ടിചക്രത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അഭി നാടക പൂരാ ഹോത്താ ഹെ, ഇപ്പോൾ നാടകം പൂർത്തിയാകും. അബ് ഹംകോ ജാനാ ഹെ, ഇപ്പം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് ബാബ പറയാം. യഹ് ബുദ്ധി മേ രഖന കിത്തന സഹജ ഹെ പരന്തു യഹ് ബി യാദ് നഹീ കർ സക്തേ. അപ്പോൾ ബാബ പറയുകയാണ്, കുട്ടികളെ നാടകം പൂർത്തിയായി അല്ലേ, ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ബാബ പറയാൻ. ഇപ്പം നമുക്ക് വീട്ടിലേക്ക് പോകണം. ഭാഗീരഥൻ്റെ കാര്യം പറയുമല്ലോ അല്ലേ, അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയുകയാണ്, ഈ ചക്രം പൂർത്തിയായി നമുക്ക് തിരിച്ച് പോകണം. പുതിയ ലോകത്തിലേക്ക് വന്ന് നമുക്ക് പാട്ട് അഭിനയിക്കണമെന്ന് ബാബ പറയാം. ഫിർ ഹമാരെ ബാദ് അലഗ് അലഗ് ആയെങ്കിൽ, പിന്നീട് നമുക്ക് ശേഷം ഓരോരുത്തരായിട്ട് വരുമെന്ന് ബാബ പറയാം. തും ജാനത്തെ ഹോ യഹ് ചക്ര സാര കൈസെ ഫിർത്താ ഹെ. ബാബ ചോദിക്കുക, മക്കളെ നിങ്ങൾക്കറിയാമോ ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? ബാബ നമുക്ക് സൃഷ്ടിചക്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണത് കറങ്ങണതെന്ന് ചോദിക്കുകയാണ്. ദുനിയ വൃദ്ധിക്കു കൈസെ പാത്തേ ഹെ, ഈ ലോകം എങ്ങനെയാണ് അല്ലേ അഭിവൃദ്ധി നേടുന്നത്? നയി സെ പുരാനി ഫിർ പുരാനി സെ നയി ഹോത്തെ ഹെ, പഴയതിൽ നിന്ന് പുതിയതും പുതിയതിൽ നിന്ന് പഴയതുമായിട്ട് മാറും. വിനാശ് കെ ലിയെ തയ്യാറിയാൻ ബി ദേഖ് രഹേ ഹോ, വിനാശത്തിന് വേണ്ടി തയ്യാറെടുപ്പുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ കലാമിറ്റീസ് ബി ഹോനി ഹെ, പ്രകൃതിക്ഷോഭങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ബാബ പറയാം. ഇത്തനെ ബോംബ്സ് ബനാക്കർ രഖേ ഹേ തോ കാമേ തോ ആനേന. അപ്പോൾ ബാബ പറയാം, ഇത്രയും ബോംബുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാബ പറയാം, അതൊക്കെ പ്രയോജനത്തിൽ വരണ്ടേ? ബോംബുകളൊക്കെ പ്രയോജനത്തിലേക്ക് വരണ്ടേ എന്ന് ബാബ ചോദിക്കാം. എന്നിട്ട് ബാബ പറയാണ്, ബോംബ്സ് से ही इतना काम होगा जो फिर मनुष्य की लड़ाई की दरकार नहीं रहेगी. പിന്നീട് ബാബ പറയാണ്, മനുഷ്യർക്ക് അവസാനം യുദ്ധമൊന്നും ചെയ്യേണ്ടി വരില്ല, വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ല എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, ബോംബ്സ് ഫേക്തേ ജായെങ്കെ, ബോംബുകളെല്ലാം എറിയും. फिर इतने सब मनुष्य नौकरी से छूट जाएंगे तो भूख मरेंगे ना. അപ്പോൾ ബാബ പറയണം, അതിലൂടെ ഒരുപാട് പേരുടെ ജോലിയൊക്കെ പോകുമ്പോൾ ബാബ പറയാ, വിശന്ന് മരിക്കില്ലേ എന്ന് ബാബ ചോദിക്കാൻ അല്ലേ? വിശന്ന് മരിക്കുന്നവരായിട്ട് നമ്മൾ മാറും.
എന്നിട്ട് ബാബ പറയാം യഹ് സബ് ഹോനെ കാ ഹെ. ബാബ പറയുന്ന മക്കളെ ഇതെല്ലാം ഇവിടെ ഉണ്ടാവേണ്ടതാണ്, ഇതെല്ലാം നടക്കേണ്ടതാണ്. ഖൂനെ ഖനാ ഹെ കാ ഖേൽ വാ ഹോനാ ഹെ ന. അറിയില്ലേ, രക്തച്ചിരിച്ചലിൻ്റെ കളി ഇവിടെ നടക്കുക തന്നെ വേണമല്ലോ. യഹാം ജബ് ആക്കർ ബൈഠത്തെ ഹോ തോ ഇൻ ബാത്തോ മേ രമൺ കർണ ചാഹിയെ. എപ്പോഴാണോ നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനനം ചെയ്യണം, ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. ശാന്തിദാം സുഖദാം കോ യാദ് കർത്തേരോ. നമ്മൾ എന്ത് ചെയ്യണം? ശാന്തിദാമിനെയും സുഖദാമിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ എന്ന് ബാബ പറയാം. ദിൽ സെ പൂച്ചോ ഹംകോ ക്യാ യാദ് പടുത്താ ഹെ. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, എനിക്ക് എന്തിൻ്റെ ഓർമ്മയാണ് വരുന്നത്. അഗർ ബാക്കി യാദ് നഹി ഹെ തോ ജറൂർ കുച്ച് ബുദ്ധി കഹാം ഭടക്തി ഹെ. അപ്പോൾ ബാബ പറയാണ്, ശരി, ബാബയുടെ ഓർമ്മ വരുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർമ്മ വരണമല്ലോ, എന്തെങ്കിലും ഓർമ്മിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഓർമ്മ വരണമല്ലോ എന്ന് ബാബ പറയുക. എന്നിട്ട് ബാബ പറയാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ വരണമല്ലോ തീർച്ചയായിട്ടും. അഗർ ബാക്കി യാദ് നഹി ഹെ തോ ജറൂർ ബുദ്ധി കഹാം ഭടക്തി ഹെ. വികർമ്മ ഭി വിനാശ് നഹി ഹോങ്കെ. ബാബ പറയാണ്, വികർമ്മങ്ങളൊക്കെ വിനാശമാകും, പദവിയും കുറഞ്ഞു പോകും, പദവിയും കുറഞ്ഞു പോകും. അച്ഛാ, ബാക്കി യാദ് നഹി ടഹർത്തി ഹെ തോ ചക്ര കാ സിമരൻ കരോ തോ ഭി ഖുഷി ചടേ. അപ്പോൾ ബാബ പറയാണ്, ബാബയുടെ ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ ചക്രത്തിൻ്റെ ഓർമ്മ ഉണ്ടാക്കുമെന്ന് പറയാം. ചക്രത്തിൻ്റെ ഓർമ്മ നമുക്ക് വേണം, അപ്പം സന്തോഷം ഉണ്ടാവും, ഖുഷി ബടേ. പരന്തു ശ്രീമത്ത് പറയണേ ചെലുത്ത. ശ്രീമത്തിലൂടെ ഇതൊന്നും നടക്കില്ല എന്ന് ബാബ പറയാം. ശ്രീമത്തിലൂടെ ഇതൊന്നും നടക്കില്ല, അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാ, ബാപ്ദാദാക്ക് ദിൽ പർ നഹി ചढ़ सकते, സർവീസ് നഹി കർത്തേ ഹെ തോ. അപ്പോൾ ബാബ പറയാണ്, സേവനമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബാബയുടെ മനസ്സിൽ കയറാൻ പറ്റില്ല. ബാബയുടെ മനസ്സിൽ സ്ഥാനം എപ്പോഴാണ് കിട്ടുന്നത്? സർവീസ് ചെയ്യുമ്പോഴാണ്. സർവീസ് ചെയ്യുമ്പോഴാണല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അതാ ബാബ പറയണേ, ബാപ്ദാദാക്ക് ദിൽ പർ ബി നഹി ചढ़ सकते. ബാപ്ദാദയുടെ മനസ്സിൽ പോലും കയറാൻ പറ്റില്ല എന്ന് ബാബ പറയാം. ബാപ്ദാദയുടെ മനസ്സിൽ പോലും നമുക്ക് കയറാൻ പറ്റില്ല. ബൗദ്ധോങ്കോ തങ്ക കർത്ത രഹത്തെ ഹെ. മായ ഒരുപാട് പേരെ ക്ഷീണിപ്പിക്കുന്നു എന്ന് ബാബ പറയാം, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയി തോ ബഹുത്തോം കാ അപ്സമാൻ ബനായേ ഓർ ബാപ് കെ പാസ് ലേ ജാത്തെ ഹെ. അതായത് ബാബ പറയാണ്, ഇപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ബാബയ്ക്ക് സമാനമാക്കി മാറ്റണം. ബാപ് കെ പാസ് ലേ ആത്തെ ഹെ അല്ലേ, നമ്മളെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് നമ്മളെ. എന്നിട്ട് ബാബ പറയാം, തോ പെഹലെ പാസ് ബാപ് കെ പാസ് ലേ ആത്തെ ഹെ തോ ബാബ ദേഖ് കർ ഖുശ് ഹോത്തെ. നമ്മളെ ബാബയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോഴേ ബാബയ്ക്കും നമ്മളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ബാബ പറയാം. അച്ഛാ, मीठे मीठे सिक्कीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. എന്നിട്ട് ബാബ പറയാ, ഇനി ധാരണ പറയാ. धारणा के लिए मुख्य सदा हर्षित रहने के लिए बुद्धि में पढ़ाई और पढ़ाने वाले बाप की याद रहे. ബാബ പറയാണ്, സദാ ഹർഷിതമായിരിക്കുന്നതിന് വേണ്ടി ബുദ്ധിയിൽ പഠിപ്പും പഠിപ്പിക്കുന്ന ബാബയുടെയും ഓർമ്മ വേണം അല്ലേ. അപ്പം ബുദ്ധിയിൽ പഠിപ്പും വേണം, പഠിപ്പിക്കുന്ന ബാബയുടെ ഓർമ്മയും വേണം എന്ന് ബാബ പറയാം അല്ലേ. അപ്പോൾ ബാബേനെ ഓർമ്മിക്കണം, പഠിപ്പും ഓർമ്മിക്കണം.
खाते पीते सब काम करते पढ़ाई पर पूरा ध्यान देना है. കഴിക്കണം കുടിക്കണം, കഴിച്ചും കുടിച്ചും എന്നിട്ട് എല്ലാ ജോലികളും ചെയ്തിട്ട് പഠിപ്പിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. बाप दादा की दिल पर चढ़ने के लिए श्रीमत पर बहुतों को अपसमान बनाने की सर्विस करनी है. ബാപ്ദാദയുടെ മനസ്സിൽ കയറുന്നതിന് വേണ്ടി ശ്രീമത്തിലൂടെ അനേകരെ തനിക്ക് സമാനമാക്കി മാറ്റുന്ന സേവനം ചെയ്യണം. കിസി കോ ഭി തംഗ് നഹീ കർന ഹൈ. ആരെയും നമ്മൾ ദുഃഖിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്, ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇനി ബാബ വരദാനം പറയാ, അശരീരി പൻകെ ഇഞ്ചക്ഷൻ ദ്വാരാ മൻകോ കൺട്രോൾ കർണേ വാലെ ഏകാഗ്രചിത്ത് ഭവ. അതായത് അശരീരി എന്ന ഇഞ്ചക്ഷനിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഏകാഗ്രചിത്തരായി ഭവിക്കട്ടെ എന്ന് ബാബ പറയാം. ജैसे आजकल अगर कोई कंट्रोल में नहीं आता है, बहुत तंग करता है, उछलता है या पागल हो जाते हैं, तो उनको ऐसा इंजेक्शन लगा देते हैं तो बहुत शांत हो जाए. അതായത് ബാബ പറയാണ്, പറയാം, ഇപ്പം എങ്ങനെയാണോ ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ ഒരാൾ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ വരുന്നില്ല എന്ന് വിചാരിക്കുക, ആകെ ബുദ്ധിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകും, അങ്ങനെ ആകെ ഡിസോർഡറായിട്ടിരിക്കുകയാണെങ്കിൽ, ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുക അല്ലേ, ഒരുപാട് ഒതുങ്ങിയിരിക്കാതിരിക്കുക, ഒരു ഭ്രാന്തനെ പോലെ എന്നൊക്കെ പറയില്ലേ, ഒരു മാനസിക രോഗിയെ പോലെയൊക്കെ ഓടിക്കളിക്കുക, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യാറുണ്ട്, ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവരെ ശാന്താക്കി മാറ്റും. ऐसे अगर संकल्प शक्ति आपके कंट्रोल में नहीं आती तो अशरीरीपन का इंजेक्शन लगा दो. അപ്പോൾ ബാബ പറയാണ്, അതേപോലെ നമ്മുടെ സങ്കല്പശക്തി നമ്മുടെ കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അശരീരി എന്ന ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയാം. അശരീരി എന്ന ഇഞ്ചക്ഷൻ കൊടുക്കുക. ഫിർ സങ്കല്പശക്തി വ്യർത്ഥ നഹീ ചലേംഗി. പിന്നീട് സങ്കല്പശക്തിയൊന്നും വെറുതെ പോവില്ല. സഹജ് ഏകാഗ്രചിത്ത് ഹോ ജായെംഗെ. സഹജമായിട്ട് ഏകാഗ്രചിത്തരായിട്ട് നമുക്ക് മാറാൻ പറ്റും. ലേക്കിൻ യദി ബുദ്ധി കി ലഗാം ബാപ് കോ ദേക്കർ फिर ले लेते हो तो मन व्यर्थ की मेहनत में डाल देते. അതേ സമയത്ത് ബാബ പറയാണ്, നമ്മൾ ബുദ്ധിയുടെ അടിമയായി വിചാരിക്കാം, ബാബയ്ക്ക് കൊടുത്തതൊക്കെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ബാബ പറയാണ്, മനസ്സിൻ്റെ വ്യർത്ഥത്തെ ഇല്ലാതാക്കാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. അതാ ബാബ പറഞ്ഞേ, ലേക്കിൻ യദി ബുദ്ധി കി ലഗാം ബാപ് കോ ദേക്കർ ഫിർ ലേ ലേത്തെ ഹോ തോ മൻ വ്യർത്ഥ കി മെഹനത്ത് മേ ഡാൽ ദേത്തെ. അതാ ബാബ പറയുന്നേ അല്ലേ, ബാബ ബുദ്ധിയുടെ ലൈന് ബാബയുടെ അടുത്ത് കൊടുക്കുമ്പോൾ ബുദ്ധിയുടെ ലൈൻ എപ്പോഴും ബാബയുടെ അടുത്തായിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ബാബയുടെ അടുത്തേക്ക് പോകുന്നില്ലെങ്കിൽ ബാബ എന്താ പറയുന്നത്, മനസ്സെപ്പോഴും വ്യർത്ഥമായ കാര്യങ്ങളിൽ പോയിട്ട് പരിശ്രമം ഉണ്ടാക്കും. വ്യർത്ഥമായ കാര്യങ്ങളിൽ പോകുമ്പോൾ പരിശ്രമം ഉണ്ടാവുമല്ലോ. അതാ ബാബ പറഞ്ഞ അബ് വ്യർത്ഥയ്ക്ക് മേനസ് ചുടിച്ചാവും. അതുകൊണ്ട് ബാബ പറയാണ്, ഇപ്പോൾ വ്യർത്ഥത്തിൻ്റെ പരിശ്രമത്തിൽ നിന്ന് മോചനം നേടൂ. അതാണ് ബാബ പറയുന്നത്. അപ്പോൾ വ്യർത്ഥം നമ്മളിൽ വരരുത് എന്നാണ് ബാബ പറയുന്നത്. ഇനി ബാബ സ്ലോഗൻ പറയാ, अपने पूर्वज स्वरूप की स्मृति में रख, पूर्वज स्वरूप को स्मृति में रख, सर्वात्माओं पर रहम करो. ബാബ പറയാ, തൻ്റെ പൂർവജ സ്വരൂപത്തെ സ്മൃതിയിൽ വെച്ച് സർവാത്മാക്കളുടെ മേലും ദയ കാണിക്കും. നമ്മുടെ പൂർവജൻ്റെ രൂപം എന്താ? ദേവത, ദേവീ ദേവതകളായിരുന്നില്ലേ നമ്മളൊരിക്കൽ? അപ്പോൾ ബാബ പറയണ ആ ഒരു രൂപം ഓർമ്മിക്കും, പൂജ്യസ്വരൂപം. അപ്പം എന്ത് സംഭവിക്കും? അങ്ങനെ ആ പൂജ്യസ്വരൂപത്തെ സ്മൃതിയിൽ വെച്ച് എല്ലാ ആത്മാക്കളുടെ മേലും ദയ കാണിക്കാൻ പറയാം. ഇനി ബാബ അവ്യക്ത സൂചന പറയാണ്. അവ്യക്ത ഇഷാരെ
കമ്പൈൻഡ് രൂപയ്ക്ക് സ്മൃതി സെ സദാ വിജയി ബനോ. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയായിട്ട് മാറൂ എന്ന് ബാബ പറയാം. जैसे शरीर और आत्मा दोनों कंबाइंड होकर कर्म कर रही है, ऐसे कर्म और योग दोनों कंबाइंड हो. അപ്പോൾ ബാബ പറയുകയാണ്, എങ്ങനെയാണോ ശരീരവും ആത്മാവും രണ്ടും കമ്പൈൻഡായിട്ടിരിക്കുന്നത്, ഇത് രണ്ടും കമ്പൈൻഡായിട്ടിരുന്നുകൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലേ. ശരീരം കമ്പൈൻഡായിട്ടിരുന്നിട്ടല്ലേ കർമ്മം ചെയ്യുന്നത്. അപ്പം അതേപോലെ ബാബ പറയണ നമ്മളും എന്ത് ചെയ്യണം? കർമ്മ യോഗം, കർമ്മവും ചെയ്യണം, ബാബയെയും ഓർമ്മിക്കണം. ഇത് രണ്ടും കമ്പൈൻഡായിരിക്കണം. कर्म करते याद न भूले और याद में रहते कर्म न भूले, क्योंकि आपका टाइटिल है ही कर्मयोगी. കർമ്മം ചെയ്യുമ്പോൾ ബാബയെ മറക്കരുത്. ബാബയെ ഓർമ്മിച്ച് കർമ്മം മറക്കരുത്. ബാബയെയും ഓർമ്മിക്കണം, കർമ്മവും ചെയ്യണം. ഇത് രണ്ടും വേണം. ഇതിൽ ഒരെണ്ണം പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല. കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല, യോഗം ഉപേക്ഷിക്കാൻ പറ്റില്ല. അതാണ് ബാബ പറഞ്ഞത്, ഇത് രണ്ടും വേണം അല്ലേ. കാരണം നമ്മുടെ ടൈറ്റിൽ കർമ്മയോഗി എന്നാണ്. കരം കർത്തെ യാദ്മേ രഹനെ വാലെ സദാ ന്യാരെ ഓർ പ്യാരെ ഹോങ്കെ ഹൽക്കെ ഹോങ്കെ. കർമ്മം ചെയ്തുകൊണ്ട് ബാബയെ ഓർമ്മിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ സദാ വേറിട്ടും സ്നേഹിയുമായിരിക്കുമെന്ന് ബാബ പറയാം. അവർ സദാ വേറിട്ടും ഇരിക്കും, സ്നേഹിയുമായിരിക്കും. അവരെപ്പോഴും ഭാരരഹിതരായിരിക്കുമെന്ന് ബാബ പറയാൻ. നോളേജ് ഫുൾ കെ സാത്ത് സാത്ത് പവർഫുൾ സ്റ്റേജ് പറ. നോളേജ് ഫുൾ സ്റ്റേജിൻ്റെ ഒപ്പം, നോളേജ് ഫുള്ളിനോടൊപ്പം പവർഫുൾ സ്റ്റേജിലിരിക്കുമെന്ന് ബാബ പറയാം. നോളേജ് മാത്രം പോരാ, ശക്തിയും വേണം നമുക്ക്. നോളേജ് ഫുൾ और पावरफुल यह दोनों स्टेज कंबाइंड हो तब स्थापना का कार्य तीव्र गति से होगा. അപ്പോൾ ബാബ പറയുകയാണ്, നോളേജ് ഫുള്ളും പവർഫുള്ളും ഈ രണ്ട് സ്റ്റേജും കമ്പൈൻഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ സ്ഥാപനയുടെ കാര്യം തീവ്രഗതിയിലാണ്. അപ്പം നോളേജ് ഫുള്ളും ആയിരിക്കണം, പവർഫുള്ളായിരിക്കണം. ഇത് രണ്ടും ബാലൻസ് ആണെങ്കിൽ സത്യയുഗത്തിൻ്റെ സ്ഥാപനയുടെ കാര്യം പെട്ടെന്ന് നടക്കും. അപ്പം സത്യയുഗത്തിൻ്റെ സ്ഥാപന വേഗം ആക്കുന്നത് ആരാണ്? നമ്മളാണ് അല്ലേ. അപ്പം നമ്മളാണ് സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പവർഫുൾ അല്ലേ ആയിരിക്കും. ഇത്രയും നമ്മൾ ശക്തിശാലിയാണെങ്കിലല്ലേ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അച്ഛാ, ഓം ശാന്തി.